സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തലശ്ശേരി അതിരൂപതയിലും താമരശ്ശേരി രൂപതയിലും വളരെ മികവുറ്റ രീതിയിൽ സേവനമനുഷ്ഠിച്ച പെരിന്തൽമണ്ണ അൽഫോൻസ പള്ളിയുടെ വികാരിയായിരിക്കെ ദിവംഗതനായ ബഹുമാനപ്പെട്ട മാത്യു മുതിരചിന്തി അച്ഛൻ വേർപിരിഞ്ഞിട്ട് ഫെബ്രുവരി 24-ന് 15 കൊല്ലം പൂർത്തിയാവുകയാണ്. പെരിന്തൽമണ്ണ അൽഫോൻസ ഇടവക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലെന്നും തങ്ങി നിൽക്കുന്ന ഒരു പിടി നല്ല ഓർമ്മകൾ അവശേഷിപ്പിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. തനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ മഹനീയ രഹസ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടെ അദ്ദേഹം തനിക്ക് ലഭിച്ച എല്ലാ ഇടവകളിലും ശുശ്രൂഷ ചെയ്തു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. പെരിന്തൽമണ്ണ അൽഫോൻസ ഇടവക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സുദീർഘമായൊരു സേവനം അദ്ദേഹം ഇവിടെ ചെയ്തത് നമുക്കെല്ലാവർക്കും സന്തോഷകരവും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒത്തിരി വളർച്ചയ്ക്ക് കാരണവുമായതാണ്. പെരിന്തൽമണ്ണ അൽഫോൻസ ഇടവക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറെ ദൈവാനുഗ്രഹപ്രദമായിരുന്നു. ബഹുമാനപ്പെട്ട മാത്യു മുതിരചിന്തി അച്ഛൻ കോതമംഗലം രൂപതയിൽപ്പെട്ട കുണിഞ്ഞി ഇടവകയിൽ 1940 ജനുവരി 8-ാം തീയതിയാണ് ജനിച്ചത്. 1966 മാർച്ച് 12-ാം തീയതി അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. വെള്ളരിക്കുണ്ട് ഇടവകയിൽ അസിസ്റ്റൻ്റ് വികാരിയായും പുളിങ്ങോം, ആനിക്കാമ്പോയിൽ, വായാട്ടുപറമ്പ, പാലാവയൽ, കട്ടിപ്പാറ, പൈസക്കിരി, കണ്ണോത്ത്, കണിച്ചാർ, തിരൂർ, ചെമ്പനോട, കരുവാരക്കുണ്ട്, തിരുവാമ്പാടി, പെരിന്തൽമണ്ണ എന്നീ ഇടവകളിൽ വികാരിയായും അദ്ദേഹം സേവനം ചെയ്തു. വിവിധ ഇടവകളിൽ വികാരിയായി സേവനമനുഷ്ഠിക്കെ തന്നെ അദ്ദേഹം താമരശ്ശേരി രൂപതയുടെ എപ്പാർക്കൽ കൺസൾട്ടറായിട്ടും വിവിധ സംഘടനകളുടെ ഡയറക്ടറായിട്ടും മേഖലാ ഡയറക്ടറായിട്ടും വിവിധ സന്യാസ സമൂഹങ്ങൾക്ക് വേണ്ടി ചാപ്ലൈനായിട്ടും അദ്ദേഹം നിരവധി തവണ ശുശ്രൂഷ ചെയ്തു. ബഹുമാനപ്പെട്ട മുതിരചിന്തയിൽ അച്ഛൻ്റെ കാലത്ത് പള്ളിയിൽ ചില നവീകരണ പ്രവൃത്തികൾ നടത്തി. പഴയകാല പള്ളിയുടെ അടയാളമായ കൽക്കുരിശ് നമ്മുടെ പള്ളിക്ക് സ്ഥാപിച്ചത് അദ്ദേഹമാണ്. പള്ളിയുടെ വാതിലുകൾ അന്ന് ഷട്ടറുകളായിരുന്നു. അത് മാറ്റി തേക്കിൻ്റെ വാതിലുകളാക്കിയത് അദ്ദേഹമായിരുന്നു. പള്ളിയുടെ തറ, കാർപ്പറ്റ് എന്നിവ മാറ്റി ഇന്ന് കാണുന്ന ടൈലുകളിട്ട് മനോഹരമാക്കിയതും ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ്റെ സമയത്തായിരുന്നു. നമ്മുടെ അൾത്താര മാർബിൾ തീർത്തതും ഈ കാലത്ത് തന്നെയാണ്. പള്ളിയുടെ 3-ാം നില ഷീറ്റിട്ട് സൗകര്യപ്രദമാക്കിയതും മറ്റാരുമായിരുന്നില്ല. ഗേറ്റിൽ കാണുന്ന മാലാഖമാരുടെ രൂപങ്ങൾ സ്ഥാപിച്ചതും ഇക്കാലത്തായിരുന്നു. കൂടാതെ പള്ളിമുറ്റം ഇൻ്റർലോക്ക് ടൈൽസ് ഇട്ടതും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു. മറ്റൊരു സവിശേഷമായ കാര്യം നമുക്ക് ഓർമ്മിക്കാനുള്ളത്, മുതിരചിന്തിയച്ഛൻ ഇവിടെ വികാരിയായിരുന്ന സമയത്താണ് വാഴ്ത്തപ്പെട്ട അൽഫോൻസാമയെ സഭ ഔദ്യോഗികമായി വിശുദ്ധയായിട്ട് നാമകരണം ചെയ്തത്. അതിനാൽ തന്നെ ബ്ലസ്ഡ് അൽഫോൻസ ചർച്ച് എന്ന പേര് മാറ്റി സെയിൻറ്റ് അൽഫോൻസ ചർച്ച് ആയത് ഈ സമയത്താണ്. അതിൻ്റെ സ്മാരകമായാണ് നമ്മുടെ പള്ളിയുടെ മുൻഭാഗത്ത് കാണുന്ന കൽക്കുരിശ് അദ്ദേഹം സ്ഥാപിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്ക് അനുസ്മരിക്കാനുള്ളത്, അദ്ദേഹം തിരുവമ്പാടി വികാരിയായിരുന്ന സമയത്ത് നിരവധി തവണ തിരുവമ്പാടി സന്ദർശിക്കാനും വിവിധ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനും എനിക്ക് അവസരം കിട്ടി. അദ്ദേഹം ഏറെ സന്തോഷത്തോടുകൂടി ഒരു വല്യപ്പച്ചൻ്റെ സ്നേഹത്തോടെ അദ്ദേഹം സ്വീകരിക്കുകയും പുഞ്ചിരിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്തത് ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ അനുസ്മരിക്കുന്നു. പെരിന്തൽമണ്ണ വികാരിയായിരിക്കുന്ന സമയത്ത് രൂപതയുടെ പല പ്രോഗ്രാമുകളുമായി ഞാനിവിടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്റ്റാർട്ടിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പല പ്രോഗ്രാമുകളും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇവിടെ അതെല്ലാം ചെയ്യാനായിട്ട് അദ്ദേഹം അനുവദിച്ചതും പ്രചോദനം നൽകിയതും ഞാൻ ഓർക്കുകയാണ്. ഇടവകയിലെ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥാനമുണ്ട്. അതെന്നും നിലനിൽക്കുന്ന ഒരു സ്ഥാനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട മാത്യു മുതിരചിന്തി അച്ഛൻ്റെ ദീപ്തമായ ഓർമ്മയ്ക്ക് മുമ്പിൽ പെരിന്തൽമണ്ണ അൽഫോൻസ ഇടവകങ്ങളുടെ പ്രണാമം.